ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിരിക്കും ഇത്. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു ഫോർക്കോ അല്ലെങ്കിൽ എഗ് ബീറ്ററോ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉണ്ടാവും. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈങ് പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. ഫ്ലെയിമിൽ ഓയാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഈ ഫ്രൈങ് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ബ്രെഡ് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ ബ്രെഡ് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന വരെ മാത്രം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 2 ഭാഗവും ഞാൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 4 ബ്രെഡോളം മൊരിയിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ ഫ്രൈങ് പാനിലേക്ക് അല്പം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ലോയാക്കി തന്നെ വെച്ചതിന് ശേഷം ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തും ഒരുപോലെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒരല്പനേരം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അടുത്ത ഭാഗം വേവിക്കാനായിട്ട് വെക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ വേണം വെക്കാനായിട്ട്. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ മുട്ടയുടെ അടുത്ത ഭാഗവും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ഈ ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അടുത്ത ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ടൊമാറ്റോ നേർങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സാൻഡ്വിച്ച് പോലെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷായിരിക്കും. അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക.